കൃഷിനാശത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാരത്തിന്റെ ആനുകൂല്യം ലഭിക്കാതെ കർഷകർ ഇത്തവണയുണ്ടായ കൊടുംവേനലിൽ നശിച്ച ഏലം കൃഷിക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള അപേക്ഷ സ്വീകരിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയുമില്ലെന്നാണ് കർഷകർ പറയുന്നത്. വേനലിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഏലത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നുള്ള നിബന്ധന മൂലം പലർക്കും അപേക്ഷയും നൽകുവാനായില്ലെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞുവെന്നാണ് പഴമൊഴി. എന്നാൽ ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് ഈ കർക്കിടകം കഴിഞ്ഞാലും അവരുടെ ദുർഘടം മാറുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയുമില്ല. കർക്കിടകത്തിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷിയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് വേനലെത്തി. 50% കൃഷിവിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു. പിന്നാലെ എത്തിയ കാലവർഷമാകട്ടെ ബാക്കിയുള്ളതുകൂടി ഓടിച്ചു പറിച്ചു കളഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഒട്ടേറെ തുക ചെലവഴിച്ചാണ് ഞങ്ങൾ കർഷകർ ഈ ഏലകൃഷി ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഡീസലിനും പെട്രോളിനും വൈദ്യുതി ചാർജായി സാധാരണ വർഷങ്ങളിൽ ചെലവഴിക്കുന്നതിനേക്കാൾ 4-5 ഇരട്ടി തുക ചെലവഴിച്ചാണ് ഈ കൃഷി നിലനിർത്തിയത്. വേനലിന് ശേഷം മഴ വന്നു കഴിഞ്ഞപ്പോൾ ഈ മഴയും കാറ്റത്തും കൂടി വേനലിൽ ബാക്കി നിർത്തിയ ഏലച്ചെടികൾ കാറ്റത്തും മഴയത്തും തകർന്നു വീഴുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിന് കർഷകർക്ക് താങ്ങായി സർക്കാരും മറ്റ് സ്വയം ബോർഡുകളുള്ള സംഘടനകളും എന്തെങ്കിലും സഹായം ചെയ്യണം. വേര് വെട്ടിക്കളഞ്ഞ് കൊമ്പ് നനയ്ക്കുന്ന പോലെയാണ് കൃഷി വകുപ്പിന്റെ ഇടപെടൽ. വേനൽ നാശനഷ്ടത്തിന് അപേക്ഷ സ്വീകരിച്ചത് മഴക്കാലത്ത്. കൂടെയുണ്ടായ നിബന്ധനയാകട്ടെ വേനൽക്കാലത്ത് നശിച്ച ചെടിക്കൊപ്പം നിൽക്കുന്ന ഫുൾ സൈസ് ഫോട്ടോ വേണമെന്നുള്ളത്. വേനൽക്ക് കൃഷി നശിച്ചു കിടന്ന സമയത്തൊന്നും സർക്കാർ ഫോട്ടോ എടുത്തു കൊടുക്കണമെന്നോ അപേക്ഷാഫോം സംബന്ധിച്ച ഒരു വസ്തുതകളും ഉണ്ടായില്ല. മഴ തുടങ്ങി കർഷകർ റീപ്ലാന് പോയ കാര്യങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് പുതിയ കൃഷിക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമായിട്ട് വന്നത്. അപ്പോൾ അതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. പിന്നെ ഏലകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിട്ട് പാട്ടം ഇട്ടിട്ട് പോകേണ്ടതോ ആത്മഹത്യ ചെയ്യേണ്ടതായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാട്ടം എടുത്ത് ഏലകൃഷി ചെയ്ത ആൾക്കാർ. കതിരേൽ വളം വയ്ക്കുന്നതിന് സമാനമാണ് നമ്മുടെ കൃഷി വകുപ്പിന്റെ ഓരോരോ നടപടികളെന്നാണ് കർഷകർ പറയുന്നത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.